കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്നൊരു ബുധനാഴ്ചയാണ്. തീയതി പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരി 17. സമയം ഒരു 8:30 കഴിഞ്ഞ് വരുന്നുണ്ട്. ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ പരിപാടിയായിട്ട് നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. പക്ഷേ നമ്മുടെ ട്രെയിൻ സ്പോട്ടിങ് ഇന്ന് കൊല്ലത്തല്ല, ആലപ്പുഴയാണ്. ഓൾറെഡി നിങ്ങൾ ആലപ്പുഴയെ നമ്മൾ ട്രെയിൻ സ്പോട്ട് ചെയ്ത വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസായിട്ടും നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും കണ്ടിട്ടുണ്ടാവും. അത് മാത്രമല്ല, അത് കൂടാതെ തന്നെ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് തിരിച്ച് കൊല്ലത്തോട്ട് വരുന്ന വീഡിയോയും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 വീഡിയോ ആണെന്നും പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പാർട്ട് 1 വീഡിയോ. അതായത് കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് നമ്മൾ പോകാൻ പോവുക. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. ഇതേ നമ്മൾ താണ്ട എക്സ്കലേറ്ററൊക്കെ കയറി നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 4 കിടക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളൊക്കെ അങ്ങോട്ട് എത്തിയിട്ട് പറയാം. എന്തായാലും അപ്പം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്നൊരു ബുധനാഴ്ചയാണ്, ജാനുവരി 17. എല്ലാം കൊണ്ടും പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ ഒക്കെ കഴിഞ്ഞു. അതായത് നമ്മൾ ആലപ്പുഴയിൽ തിരിച്ച് എൻ്റെ നാടായ കൊല്ലത്തോട്ട് വരുന്ന വീഡിയോ കഴിഞ്ഞിരുന്നു. ഇതിപ്പോൾ നമ്മൾ ട്രെയിൻ സ്പോട്ടിങ്ങിന് വേണ്ടിയിട്ട് കൊല്ലത്തുനിന്ന് ആലപ്പുഴയിൽ പോകുന്ന വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതായത് ഫുള്ള് സ്റ്റേഷൻസ് കവർ ചെയ്തിട്ടാണ് നമ്മൾ കൊല്ലത്തുനിന്ന് ആലപ്പുഴയിലോട്ട് പോകുന്നത്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ ട്രെയിൻ ജേണിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെന്തായാലും നൈസിന് പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ പ്ലാറ്റ്ഫോം, നമ്മളെ ട്രെയിൻ കിടക്കുന്ന പ്ലാറ്റ്ഫോമിലോട്ട് പോവുകയാണ് കേട്ടോ. ടിക്കറ്റ് ചാർജ് 45 രൂപയാണ്. പിന്നെ ട്രെയിനിൻ്റെ കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽസും എന്തായാലും പ്ലാറ്റ്ഫോമിൽ ചെന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറയാം. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്തിട്ട് തന്നെ കണ്ടു തുടങ്ങുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ കണ്ടില്ലേ, 45 രൂപയാണ് നമുക്ക് കൊല്ലത്തുനിന്ന് ആലപ്പുഴ വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് ചാർജ്. നമുക്ക് പോകേണ്ട ട്രെയിനാണ് ഈ കിടക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 4 നമ്മുടെ ട്രെയിൻ കിടക്കുന്നത്. നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോകാം നടന്ന്. നിങ്ങൾ ഈ ബോഗി കണ്ട പഴയ ഒരു വൈബില്ലേ, പഴയ ട്രെയിനിൻ്റെയൊക്കെ. ദേ ഗൈസ് കണ്ടില്ലേ, ഇതാണ് നമുക്ക് ഇന്ന് യാത്ര ചെയ്യേണ്ട ട്രെയിൻ. ട്രെയിൻ നമ്പർ 06770 ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ. ഓൾറെഡി ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഷോർട്സ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മൾ ആ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. വെറും 45 രൂപയ്ക്ക് കുട്ടനാട്ടിലേക്ക് ഒരു ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സംഭവമാണ് ഈ ട്രെയിൻ കേട്ടോ. അതായത് ആഴ്ചയിൽ ഞായറാഴ്ച ഒഴിച്ചു ബാക്കി എല്ലാ ദിവസവും നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് സർവീസ് നടത്തുന്ന ട്രെയിനാണ്. രാവിലെ 9:05 ഇത് എടുക്കും കേട്ടോ. എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. ട്രെയിൻ നമ്പർ 06770 കേട്ടോ. ഈ ബോഗി നോക്കിയാൽ നൈസില്ലേ, പഴയ ഒരു നൊസ്റ്റു ഫീല്, പഴയ ട്രെയിനിൻ്റെയൊക്കെ. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ, അടിപൊളിയാണ്. നിങ്ങൾ കണ്ടില്ലേ, ജനറൽ അൺറിസർവ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചസാണ്. ഓൾമോസ്റ്റ് ഫ്രീ ആയിരിക്കും. എല്ലാവർക്കും വളരെ കംഫർട്ടബിളൊക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയതും. പിന്നെ ലേഡീസിനൊക്കെ പ്രത്യേകം കമ്പാർട്ട്മെൻ്റ് ഉണ്ട് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അങ്ങനെ 9:05 ആയപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, ആഴ്ചയിൽ ഞായറാഴ്ച മാത്രം, അതായത് ഞായറാഴ്ച മാത്രം സർവീസ് ഇല്ലാത്തൊരു ട്രെയിനാണ്. ബാക്കി എല്ലാ ദിവസവും സർവീസ് ഉണ്ട്. ട്രെയിൻ നമ്പർ 06770 ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യലാണ്. നിങ്ങൾ കണ്ടില്ലേ, ആളൊഴിഞ്ഞ് തന്നെയാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാം. 9:05 എടുക്കുന്ന ട്രെയിനാണ് കേട്ടോ. എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും 9:05 രാവിലെ എടുക്കുന്ന ട്രെയിനാണ്. നമ്മൾ കൊല്ലം ജംഗ്ഷനിൽ നമ്മുടെ ട്രെയിൻ 9:05 കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊരു പാർട്ട് 1 വീഡിയോ ആണ് കേട്ടോ. പാർട്ട് 2 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ പോയി കണ്ടിരുന്നാൽ മതി. പിന്നെ നമ്മൾ അവിടെ പോയി ചെയ്തിരുന്ന ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ വീഡിയോ നമ്മളെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ നെയിമും മലയാളി ട്രെയിൻ ബ്ലോഗർ തന്നെയാണ് കേട്ടോ. അപ്പം അതും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിങ്ങളിത് ഈ മെമു കണ്ട, ഇത് രാവിലെ നമ്മുടെ പുനലൂരിൽ നിന്ന് കൊല്ലത്തോട്ട് വരുന്ന മെമുവാണ്. നമ്മൾ കണ്ട കൊല്ലം ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മുമ്പിലോട്ട് വന്നപ്പോഴത്തേക്കും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ. നമ്മളെ ട്രെയിൻ ഒന്ന് നൈസായിട്ട് സ്ലോ ആക്കി കേട്ടോ, ഈ വണ്ടി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പുനലൂരിൽ നിന്ന് കൊല്ലത്തോട്ട് പോകുന്ന മെമുവാണിത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന്. ദേ നമ്മുടെ കൊല്ലം ജംഗ്ഷൻ്റെ നെയിം ബോർഡൊക്കെ പാസ്സായി നമ്മളിതേ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ കണ്ടില്ല, അപ്പുറത്ത് സ്റ്റുഡൻസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാത്തിമ മാതാ കോളേജാണ് അവിടെ തൊട്ടിപ്പുറത്ത്. അതായത് നമ്മളിപ്പോൾ ട്രെയിനിൻ്റെ ഓപ്പോസിറ്റ് സൈഡത്തേ കണ്ടില്ലേ, ഫാത്തിമ മാതാ കോളേജ് ഇതുകൊണ്ടേ. അപ്പോൾ ഈ കോളേജിൽ പഠിക്കുന്നവരൊക്കെ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പാർട്ട് 2 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായിട്ട് തന്നെ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ നമ്പർ മറക്കണ്ട, 06770 ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ. ഓൾറെഡി നമ്മളെ ഇതിനെപ്പറ്റി ഞാൻ മുൻകൂട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, വെറും 45 രൂപയ്ക്ക് കുട്ടനാട്ടിലേക്ക് ഒരു ട്രെയിൻ എന്ന്. അത് ഈ ട്രെയിനാണ് കേട്ടോ. വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാൻ, ലേഡീസിനും എല്ലാവർക്കും വളരെ കംഫർട്ടബിളായിട്ട്. ഒരു തിരക്കോ, നിങ്ങൾ കണ്ടില്ലേ, ഞാൻ യാത്ര ചെയ്യുന്ന കോച്ച് ഫുള്ള് കാലിയാണ്.
അപ്പം വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈ കുട്ടനാട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ട്രെയിനാണ് കേട്ടോ ഇത് ഒരു 45 രൂപയുടെ ടിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ട്രെയിനാണ്. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കുട്ടനാട്ടിലേക്ക് നമ്മുടെ കൊല്ലം ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തുനിന്നൊക്കെ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഈ കരുനാഗപ്പള്ളിയോ അവർക്ക് എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ ഈ ട്രെയിൻ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 45 രൂപയുടെ ടിക്കറ്റുകൾ തെക്കോ തിരക്കോ ഒന്നുമില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് നിങ്ങൾക്ക് യാത്രയും ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല. ഞാൻ പോയിട്ടുള്ള ട്രെയിനാണ് കേട്ടോ ഇത്. നിങ്ങൾ കണ്ടില്ലേ മിക്ക ബോഗീസും ഇതേണക്ക് സീറ്റ് കാണും. വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ തന്നെയാണ് കേട്ടോ പോകുന്നത്. സ്പീഡിനൊന്നും ഒരു കുറവുമില്ല, നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബെറ്റർ ട്രെയിനാണ്. നമ്മൾ ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ പോകണമെങ്കിലും ഈ കുട്ടനാട് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഈ ട്രെയിൻ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. കാരണം അവിടെ ചെന്നിട്ട് വലിയ ദൂരവും കാര്യങ്ങളൊന്നുമില്ല. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കുട്ടനാട് എത്താം. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ തൊട്ട് ഫ്രണ്ടിൽ തന്നെ എല്ലാം ഉണ്ട്. നമ്മളെ മിനി ഓട്ടോ സ്റ്റാൻഡും പിന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എല്ലാം ഉണ്ട്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എനിക്ക് തോന്നുന്നു സമയമുണ്ടെന്ന് തോന്നുന്നു കുട്ടനാട്ടിലേക്ക്, അതായത് ആലപ്പുഴ ബോട്ട് ജെട്ടിലേക്ക് പോകാൻ. അത് ഏതോ മണ്ണഞ്ചേരിയോ അങ്ങനെ എന്തോ ഒരു ബസ് സ്റ്റാൻഡിൽ ബസ് കയറിയാൽ മതി. അപ്പം അവിടെ ചെന്ന് ഇറങ്ങാമെന്ന് പറയും. പക്ഷേ ഓട്ടോ 100 രൂപയുള്ളൂ കേട്ടോ കറക്റ്റ്. നിങ്ങളിപ്പോൾ ബസ്സിൽ കയറിയാലും പിന്നെ സ്റ്റാൻഡിൽ നിന്ന് ബോട്ട് ജെട്ടിയിലോട്ട് പോകാൻ വീണ്ടും പൈസ കൊടുക്കണം. അതിൽ നല്ലത് 100 രൂപയാണ്. നിങ്ങൾ ആൾക്കാർ ഒരു 5-6 പേരൊക്കെ ഉണ്ടായിരുന്നു 20 രൂപ ഷെയർ ഇട്ട് പോകേണ്ട ആവശ്യമേ ഉള്ളൂ. അങ്ങനെ 100 രൂപയ്ക്ക് എന്തോ പറയുന്ന എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കുട്ടനാട് പോവാം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കേട്ടോ. അപ്പം നമ്മളെ പരിപാടി എന്തായാലും കണ്ടിന്യൂസ് ആയി നമ്മൾ ആദ്യത്തെ സ്റ്റേഷൻ പെരിനാട് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരു 9:20 ആയി. 9:20 ആയപ്പോഴത്തേക്കും പെരിനാട് സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റേഷൻ കൊല്ലത്ത് നിന്ന് എടുക്കുന്ന നമ്മുടെ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പാണ് കേട്ടോ പെരിനാട് സ്റ്റേഷൻ. 9:20 ആയപ്പോഴേക്കും നമ്മൾ എത്തിയിരിക്കുകയാണ് പെരിനാട് സ്റ്റേഷനെ പറ്റി ഓൾറെഡി ഒരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കിയാൽ മതി, കാണാം. പിന്നെ പെരിനാട് സ്റ്റേഷനിൽ ഓൾറെഡി നമ്മൾ ട്രെയിൻ സ്പോട്ടിങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ട്രെയിൻ പെരിനാട് എത്തിയിരിക്കുകയാണ്. ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും വളരെ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നമ്മുടെ പെരിനാട് റെയിൽവേ സ്റ്റേഷൻ. ഓൾറെഡി ഒരുപാട് ഓർമ്മകളുണ്ട് എനിക്ക് ഈ റെയിൽവേ സ്റ്റേഷനുമായിട്ട് കേട്ടോ. നമ്മളെ ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ വീഡിയോസ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഈ റെയിൽ ഫാനിങ്ങിനും വന്നിട്ടുണ്ട്. നൈസ് റെയിൽവേ സ്റ്റേഷനാണ്, കണ്ടില്ലേ. 1 മിനിറ്റ് പോലും തികച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ ആദ്യത്തെ സ്റ്റേഷനും കൂടിയായ പെരിനാട് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. നമ്മുടെ ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിൻ നമ്പർ 06770. 1 മിനിറ്റ് തികച്ചിട്ടില്ല. നമ്മൾ നൈസായിട്ട് തന്നെ നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തു. വലിയ തിരക്കൊന്നും ഇവിടുന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ കൊല്ലത്തുനിന്ന് നമുക്ക് ഇരുന്ന് പോകാനും കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാനൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ട്രെയിനാണ്. എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ ട്രെയിനാണ്. അപ്പർ സൈഡും കൂടെ ഒന്ന് നോക്കാം. നൈസ് വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് പെരിനാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കണ്ടില്ലേ. വേണ്ട ഇവിടെ അടുത്തൊരു നെയിം ബോർഡ് പെരിനാട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റേഷന് നമ്മൾ വിട പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. ഇതേ കണ്ടില്ലേ അകത്ത് കാലി, ഓ കാലി ഹേ, സീറ്റെല്ലാം കാലിയാണ്. നമ്മുടെ അടുത്ത സ്റ്റേഷൻ ഒരു വളരെ മനോഹരമായ ഒരു സ്റ്റേഷനാണ് കേട്ടോ. വളരെ കൊച്ചതും എന്നാൽ വളരെ പ്രകൃതിയുടെ ഭംഗിയാൽ വളരെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ് മൺട്രോതുരത്ത്. കൊല്ലം ജില്ലയിലെ മൺട്രോതുരത്ത് ഒട്ടനേകം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ മൺട്രോതുരത്ത്. അപ്പോൾ മൺട്രോതുരത്ത് ആരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. അപ്പം നമ്മൾ ഓൾറെഡി ഞാൻ മൺട്രോതുരത്ത് വന്നിട്ടുണ്ട് കേട്ടോ റെയിൽ ഫാനിങ്ങിന്. നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഒരു 9:25 കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ സ്റ്റേഷനായ മൺട്രോതുരത്ത് സ്റ്റേഷൻ, അതായത് കൊല്ലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മൺട്രോതുരത്താണ് നമ്മുടെ അടുത്ത സ്റ്റേഷൻ കേട്ടോ. വളരെ മനോഹരമായൊരു പ്രദേശം തന്നെയാണ് കേട്ടോ. ഒരു ഒരു ഐലൻഡ് എന്നൊക്കെ പറയത്തില്ലേ. ഓൾറെഡി ഞാൻ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ നമ്മുടെ മൺട്രോതുരത്ത് റെയിൽവേ സ്റ്റേഷനെ പറ്റിയ ഒരു വീഡിയോയും ഇവിടെ വന്ന് കുറച്ച് ട്രെയിൻ സ്പോട്ടിങ്ങും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്കും ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ, അതായത് യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അങ്ങനെ മൺട്രോതുരത്ത് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡ് കാണിച്ചാൽ ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഓൾമോസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ കണ്ടില്ലേ. നല്ലൊരു റെയിൽവേ സ്റ്റേഷനും നല്ലൊരു സ്പോട്ടുമാണ് കേട്ടോ. ഒട്ടനേകം ആൾക്കാർ വരുന്നൊരു സ്പോട്ടാണ് കൊല്ലം ജില്ലയിലെ മൺട്രോതുരത്ത്. ട്രെയിൻ ഓൾമോസ്റ്റ് കാലിയാണ്. ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട് കേട്ടോ. ആസ് യൂഷ്വൽ 1 മിനിറ്റ് പോലും തികച്ചിടാതെ തന്നെ നമ്മുടെ ട്രെയിൻ മൺട്രോതുരത്ത് സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഒരു 9:26 27 ആയിട്ടുണ്ട്. അപ്പം മൺട്രോതുരത്തുകാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരാം കേട്ടോ. മാത്രമല്ല നമ്മുടെ കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വരെ ഈ ട്രെയിൻ ദൂരം കവർ ചെയ്യുന്നത് 84 കിലോമീറ്ററാണ് കേട്ടോ. 84 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ ട്രെയിൻ കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വരെയൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ 2 സ്റ്റേഷൻ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴയിലേക്കുള്ള യാത്രയുടെ 3ാമത്തെ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കിപ്പം നമ്മുടെ ട്രെയിൻ താണ്ട ട്രാക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ടോ.
ട്രാക്ക് ചേഞ്ച് ചെയ്ത് യാത്ര തുടരുകയാണ്. നമ്മുടെ 3ാമത്തെ സ്റ്റേഷനാണേ, അതായത് ശാസ്താംകോട്ട. 9:30 കഴിഞ്ഞ് വരുന്നുണ്ട്. ഒരു 9:33 ആയെന്ന് പറയാം. ശാസ്താംകോട്ടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ 9:30 കഴിഞ്ഞപ്പോഴത്തേക്കും ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കൊല്ലത്ത് നിന്ന് 3ാമത്തെ സ്റ്റേഷനാണ്, 3ാമത്തെ സ്റ്റോപ്പായ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ കൊല്ലത്ത് നിന്ന് ആലപ്പുഴ ട്രെയിൻ സ്പോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം കൊല്ലം തൊട്ട് ആലപ്പുഴ വരെയുള്ള എല്ലാ സ്റ്റോപ്പുകളും കവർ ചെയ്യുന്നതാണ് നമ്മുടെ ഈ വീഡിയോ. അതായത് ഈ ട്രെയിൻ ജേണി, കൊല്ലത്ത് നിന്ന് നമ്മൾ ആലപ്പുഴ വരെ പോകുന്ന ട്രെയിൻ ജേണിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. നമ്മൾ പോകുന്നത് ട്രെയിൻ സ്പോട്ടിംഗ് ആണ്. അതെല്ലാം ഓൾറെഡി അപ്ലോഡും ചെയ്തിട്ടുണ്ട്. തിരിച്ച് നാട്ടിലോട്ട് വരുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ആണ് നമ്മുടെ പാർട്ട് ഫസ്റ്റ് വീഡിയോ. കണ്ടില്ലേ, നമ്മളിപ്പോൾ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനല്ല, 9:30 കഴിഞ്ഞ് വരുന്നുണ്ട്. ഇത് ഇപ്പുറത്തെ സൈഡാണ് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ്റെ കേട്ടോ. അതായത് നമ്മളെ ട്രെയിൻ വന്ന് നിൽക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് ആൾക്കാർ കയറും. വലിയ തിരക്കൊന്നും കാണുന്നില്ല ഞാൻ ഇവിടെയും കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രെയിൻ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തു. 1 മിനിറ്റ് തികച്ചു ഇവിടെ ഇട്ടിട്ടില്ല. അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ പെരിനാട് സ്റ്റേഷനും മൺട്രോതുരുത്ത് സ്റ്റേഷനും ശാസ്താംകോട്ട സ്റ്റേഷനും കവർ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന സ്റ്റേഷൻ കരുനാഗപ്പള്ളി ഉണ്ട്, ഓച്ചിറയുണ്ട്, കായംകുളം ജംഗ്ഷനുണ്ട്, ചേപ്പാടുണ്ട്, ഹരിപ്പാടുണ്ട്, കരുവാറ്റയുണ്ട്, തകഴി, അമ്പലപ്പുഴ, പുന്നപ്ര, ആലപ്പുഴ കേട്ടോ. ഇത്രയും സ്റ്റേഷൻസ് ആണ് നമ്മുടെ കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വരെ ഈ ട്രെയിൻ കവർ ചെയ്യുന്നതും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതും കേട്ടോ. അകത്ത് കണ്ടോ, കുറച്ച് ആൾക്കാർ, 1-2 ആൾക്കാരൊക്കെ ഉള്ളൂ, തിരക്കൊന്നുമില്ല. ഈ വണ്ടി സ്ഥിരം ഇങ്ങനെയാണ് കേട്ടോ ഈ ട്രെയിൻ. അപ്പം അടിപൊളിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഞായറാഴ്ച ഒഴിച്ച് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് കൊല്ലത്തുനിന്ന് ഈ ഒരു ട്രെയിനിൽ കുട്ടനാട് യാത്ര പ്ലാൻ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇപ്പം എന്താ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ കണക്ക് ഒരു 45 രൂപ ടിക്കറ്റിൻ്റെ കാര്യമുള്ളൂ. നല്ല രസമുണ്ടല്ലേ ട്രെയിൻ കറവൊക്കെ അടിച്ച് വരുന്നതാണ്, അതൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയൊരു ട്രെയിനാണ്. ആലപ്പുഴ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പെടത്തില്ല. തൊട്ട് ഫ്രണ്ടിൽ തന്നെ എല്ലാം ഉണ്ട്. ചെന്ന് ചോദിച്ചാലും തിരക്കിയാലും എല്ലാം നിങ്ങളെ സേഫായിട്ട് എത്തിക്കും. നല്ലൊരു ട്രെയിനാണ് കേട്ടോ. നിങ്ങൾക്ക് കുട്ടനാട് പോകാൻ ആലപ്പുഴയെ കൊണ്ട് എത്തിക്കാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണ്. ഇതിൻ്റെ അപ്പുറം ഒരു നല്ല ട്രെയിൻ ഇല്ല കൊല്ലത്തുനിന്ന് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബെറ്റർ ട്രെയിനാണ്. 9:40 ആയപ്പോഴേക്കും നമ്മളിതാ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലോട്ട് ട്രാക്ക് മാറുന്നതാണ്ടോ നമ്മുടെ ട്രെയിൻ. വീണ്ടും ട്രാക്കുകൾ മാറി നമ്മുടെ ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ അടുത്ത സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കരുനാഗപ്പള്ളി 9:40 കഴിഞ്ഞെന്നൊക്കെ പറയാം. അപ്പോൾ ഇത് നമ്മുടെ പെരിനാട് കഴിഞ്ഞ് മൺട്രോതുരുത്ത് കഴിഞ്ഞ് ശാസ്താംകോട്ട കഴിഞ്ഞ് നമ്മുടെ 4ാമത്തെ സ്റ്റേഷനാണ് കേട്ടോ, കരുനാഗപ്പള്ളി സ്റ്റേഷൻ. 9:40 കഴിഞ്ഞതോടുകൂടി നമ്മുടെ ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിൻ നമ്പർ 06770 ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും 9:05 നമ്മുടെ കൊല്ലത്ത് നിന്ന് എടുക്കുന്ന ട്രെയിൻ 9:40 കഴിഞ്ഞപ്പോഴേക്കും കരുനാഗപ്പള്ളി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു കേട്ടോ. ഈ ഒരു ട്രെയിനിൽ കയറി ഒട്ടനേകം വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പോകാൻ പറഞ്ഞുതരാം, ഹെൽപ്ഫുള്ളാവുന്നത്. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുന്നവർക്കും അല്ലാതെ ഈ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ ട്രെയിനിൻ്റെ ഒരു മെയിൻ ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഇനി പോകെയുള്ള സ്റ്റേഷൻസിലൊക്കെ പറഞ്ഞുതരാം ഞാൻ. അങ്ങനെ താണ്ട നമ്മൾ കരുനാഗപ്പള്ളി എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പുറ സൈഡിൽ നമുക്ക് വണ്ടി നിർത്താതെ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ തലക്കടി കിട്ടും. അതുകൊണ്ട് ഇവിടെ നിൽക്കാം. ആക്ച്വലി അവരടിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ ചെയ്തുകൂടാ. റണ്ണിങ് ട്രെയിനിൻ്റെ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്, അതും പ്ലാറ്റ്ഫോം സൈഡിൽ പ്രശ്നമാവും. അങ്ങനെ നമ്മൾ കാണേണ്ട കരുനാഗപ്പള്ളി സ്റ്റേഷൻ കേട്ടോ. 9:40 കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പുറത്തെ സൈഡ് കരുനാഗപ്പള്ളി സ്റ്റേഷൻ്റെ അപ്പുറത്തൊരു ട്രെയിൻ കിടപ്പുണ്ട്. അത് നമ്മുടെ ഏത് ട്രെയിനാണെന്നറിയോ, യോഗ് നഗരി ഋഷികേശ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. എന്തുവാണോ എന്തോ അറിയത്തില്ല, അവിടെ നിർത്തിയിട്ടേക്കുക. 1 മിനിറ്റ് പോലും തികച്ചിടാതെ നമ്മുടെ ട്രെയിൻ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ നിന്ന് എടുത്തു കേട്ടോ. ഒരു 9:44 കഴിഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും ഇവിടുന്നും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കരുനാഗപ്പള്ളി സ്റ്റേഷൻ വേണ്ടേ. അങ്ങനെ കരുനാഗപ്പള്ളി സ്റ്റേഷനും ബൈ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലൊക്കെ കരുനാഗപ്പള്ളിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഈ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്ന റെയിൽ പ്ലാനിങ് കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആക്ച്വലി നമുക്ക് വീഡിയോ എടുക്കുന്നതെല്ലാം നല്ല കാര്യം തന്നെ, പക്ഷേ ഈ കുറേ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ അങ്ങനെ ഒരേ സ്റ്റേഷനിൽ, കൊല്ലം സ്റ്റേഷനിലാണെങ്കിലും എറണാകുളത്തൊക്കെ സ്പോട്ട് ചെയ്യാൻ പോയപ്പോഴും അവരെല്ലാം പറയുന്ന കാര്യങ്ങൾ ഇതാ. റീൽസൊക്കെ എടുക്കാൻ വന്ന് ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ സൈഡിൽ വന്ന് ഇന്ന് വീഡിയോ എടുപ്പ് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയാണ്. അത് ഇപ്പോൾ ഇത് കാരണം ബുദ്ധിമുട്ടുന്ന നമ്മളെ റെയിൽ ഫാൻ ചെയ്യുന്ന ടീമുകളൊക്കെ പ്രശ്നം. ഒരു കാരണം വെച്ചാലും സമ്മതിക്കത്തില്ല. നമ്മളത്രയ്ക്കും അവർ ഇരിക്കുന്ന വായിരിക്കുന്ന ഊക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മളെടുക്കുന്ന വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്ത് അവർക്കൊരു കംഫർട്ടും അവർക്കൊരു തൃപ്തി കിട്ടിയാലും ചിലവർ സമ്മതിക്കും, ചിലവർ സമ്മതിക്കത്തില്ല. എന്നായാൻ പറ്റും. ശരിക്കും അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. കാരണം ഈ വൈറലാവാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോസ് എടുക്കുന്ന ടീമൊക്കെ ഇതൊന്നും ഒരു
അവർ വരുന്നു, ജസ്റ്റ് റീൽ എടുക്കുന്നു, പോകുന്നു. പക്ഷേ ഇത് കാരണം അനുഭവിക്കുന്ന പാവപ്പെട്ട റെയിൽ ഫാനിങ് എന്നെയൊക്കെ പോലത്തുള്ള അവിടെ ഇവിടെ ഓരോ മൂലയ്ക്ക് പോയിരുന്ന് പതുങ്ങിയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നവർക്കാണ് ഇത് പ്രശ്നമാവുന്നത്. വരുന്നു, പോകുന്നു, അവർ റീൽ എടുക്കുന്നു, അവരെ കാര്യം കഴിഞ്ഞ് അവർ പോകുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് നമുക്കാണ്. നമ്മൾ അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ, ഓച്ചിറ. നമ്മുടെ ഓച്ചിറ സ്റ്റേഷൻ സമയം ഇപ്പോൾ 9:50 ആയപ്പോഴത്തേക്കും നമ്മൾ ഓച്ചിറ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. പെരുന്നാട് കഴിഞ്ഞ് മൺട്രോതുരുത്ത് കഴിഞ്ഞ് ശാസ്താംകോട്ട കഴിഞ്ഞ് കരുനാഗപ്പള്ളി കഴിഞ്ഞ് നമ്മുടെ 5ാമത്തെ സ്റ്റേഷനായ ഓച്ചിറ, 5ാമത്തെ സ്റ്റോപ്പായ ഓച്ചിറയിൽ ഒരു 9:50 ആയപ്പോൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. 9:05 നമ്മുടെ ട്രെയിൻ. അപ്പോൾ ഓച്ചിറക്കാരൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. നമുക്ക് ഇപ്പുറത്തെ സൈഡ് കഥ അടഞ്ഞിടക്കി, എന്തായാലും സ്റ്റേഷൻ എത്തട്ടെ. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഓച്ചിറ സ്റ്റേഷനിൽ നിന്ന് നിർത്തി അപ്പം തന്നെ എടുത്ത കേട്ടോ. സെക്കൻഡുകളൊന്നും പറയാനില്ല, മിനിറ്റുകളൊന്നും പറയാനില്ലാത്ത രീതിയിൽ വണ്ടി അപ്പോഴേ എടുത്തു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവിടെ തിരക്ക് വലുതായിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ ട്രെയിൻ സ്പോട്ടിങ്, റെയിൽ ഫാനിങ് ഒക്കെ ചെയ്യുന്നത് ഇച്ചിരി ഊക്ക് കിട്ടുന്ന പരിപാടിയാണ്. കൊല്ലം സ്റ്റേഷനിലൊക്കെ ഇഷ്ടംപോലെ ഊക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എറണാകുളത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. എറണാകുളത്ത് നിന്നൊരു വാരണാസി വീഡിയോ എടുക്കാൻ പോയി, ഒന്നും പറയണ്ട. അതാ ഇങ്ങനത്തുള്ള കുറച്ച് എഫക്റ്റ് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ കരിങ്കല്ല് കണക്ക് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലതെ. ഇതാണ് എൻ്റെ സീറ്റ്, സൈഡ് സീറ്റിലാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് സൈഡ് സീറ്റാണ് അന്നും ഇന്നും ഒക്കെ ഇഷ്ടം. എൻ്റെ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ. ബാഗിൽ ഒരു കുപ്പി വെള്ളവും പിന്നെ ഒരു പൊതി ചോറും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രെയിൻ ജേണിയാണ്. അടുത്ത സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കായംകുളം ജംഗ്ഷൻ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു. 10:05 ആയപ്പോഴേക്കും നമ്മുടെ കായംകുളം ജംഗ്ഷൻ, 10:05 അല്ല 10 മണി, കറക്റ്റ് 10 മണിയാണ് കേട്ടോ, 10:05 അല്ല. 10 മണിയായപ്പോഴേക്കും നമ്മൾ കായംകുളം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ. കൊല്ലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പെരുന്നാടായിരുന്നു സ്റ്റോപ്പ്, മൺട്രോതുരത്തുണ്ടായിരുന്നു, ശാസ്താംകോട്ട ഉണ്ടായിരുന്നു, കരുനാഗപ്പള്ളി ഉണ്ടായിരുന്നു, ഓച്ചിറ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കായംകുളം ജംഗ്ഷൻ. കായംകുളം ജംഗ്ഷൻ്റെ അപ്പുറത്തെ സൈഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. വീണ്ടും ഇപ്പുറത്തെ സൈഡ് വന്നു. അങ്ങനെ നമ്മൾ കായംകുളം ജംഗ്ഷനിൽ വന്നിട്ടുണ്ട്. കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മളെ ട്രെയിനിൽ കയറാനായിട്ട്. എല്ലാവർക്കും ഇരിക്കാനും സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റിയൊരു ട്രെയിൻ. നമ്മളെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണണേ. അതുപോലെ തന്നെ സപ്പോർട്ടും വേണം എല്ലാവരെയും. നമ്മുടെ ട്രെയിൻ അങ്ങനെ കായംകുളത്ത് എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് കറക്റ്റ് തികച്ചിട്ടെന്ന് തോന്നുന്നു കേട്ടോ. കായംകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ. വലിയ തിരക്കൊന്നുമില്ല, എന്നിരുന്നാലും കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിലോട്ട് വരാം നമുക്ക് പതുക്കനെ. വേണ്ടേ നെയിം ബോർഡ്, കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ കായംകുളത്താരൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. കായംകുളത്തേക്കുള്ളവരൊക്കെ, ഈ ട്രെയിനിൽ കായംകുളത്ത് നിന്ന് കയറിയവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അതുകൂടാതെ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരും. വന്നു നമ്മൾ അടുത്ത സ്റ്റേഷനിൽ. അടുത്ത സ്റ്റേഷൻ ഏതാണ്? ചേപ്പാട് സ്റ്റേഷനിൽ ഒരു 10:10 ആയപ്പോഴേക്കും നമ്മൾ എത്തിയിരിക്കുകയാണ് കായംകുളത്ത് നിന്ന് കേട്ടോ. കായംകുളം ജംഗ്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ ചേപ്പാട് സ്റ്റേഷൻ ഒരു 10:05 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ 1, 2, 3, 4, 5, 6 നമ്മുടെ 7ാമത്തെ സ്റ്റേഷനാണ് കേട്ടോ ചേപ്പാട്. അതായത് കായംകുളം കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷനാണ് ചേപ്പാട്. കൊല്ലത്ത് നിന്ന് 7ാമത്തെ. വലിയ താമസമില്ല നമ്മുടെ ചേപ്പാട് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തു. അപ്പം പാർട്ട് 2 വീഡിയോയുടെ ഒരു ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ട് പാർട്ട് 2 ആണ് തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് വരുന്നത്. കൊല്ലമാണ് എൻ്റെ നാട്. തിരിച്ച് ആലപ്പുഴയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് വരുന്ന വീഡിയോയും പിന്നെ ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ വീഡിയോ എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരൊക്കെ ഒന്ന് കാണുക. ഫുള്ള് ലിങ്ക് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 1 വീഡിയോ ആണ്. നമ്മൾ ആലപ്പുഴയിലോട്ട് പോകുന്ന വീഡിയോ ആണ്, എൻ്റെ സ്വന്തം നാടായ കൊല്ലത്ത് നിന്ന്. നിങ്ങൾ കണ്ടില്ലേ, ഓൾമോസ്റ്റ് ഫ്രീ ആണ്. ഓൾമോസ്റ്റ് എല്ലാ സീറ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. എല്ലാവർക്കും വളരെ നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയത്. ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. ഫാൻസ് ഉണ്ട്. ഫാൻസൊക്കെ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടേക്കുക. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കറങ്ങും. സ്വിച്ചൊക്കെ ഓഫാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫാൻ്റെ ആവശ്യമില്ല ഇതിനകത്ത്. ഈ ഫാൻ വേണ്ടെന്ന് പറഞ്ഞതൊരു നെഗറ്റീവായിട്ട് പറഞ്ഞല്ല കേട്ടോ. അങ്ങനൊന്നും ആരും വിചാരിക്കില്ല. നല്ല കാറ്റും അത്യാവശ്യമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ചില സമയത്ത് ചൂടൊക്കെ ആണെങ്കിൽ ഫാൻ തന്നെ വേണ്ടി വരും. എന്നാലും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും യാത്ര ചെയ്യാൻ ആലപ്പുഴയിലോട്ട്, അതായത് കുട്ടനാട്ടിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ട്രെയിനിൽ ധൈര്യമായിട്ട് കയറിക്കോ. ഒരു പ്രശ്നവുമില്ല, അടിപൊളി യാത്രയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് പറയാം, ഹരിപ്പാട് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 10:20 സമയം. ഹരിപ്പാട് സ്റ്റേഷനിലോട്ട് നമ്മൾ വന്നിരിക്കുന്നുണ്ട്. കയറി വരുന്ന വഴിക്ക് നെയിം ബോർഡ് എടുക്കാൻ പറ്റിയില്ല. ഒരു കോൾ കയറി വന്ന് ഫോൺ അങ്ങ് ഹാങ് ആയി. തിരിച്ചു പോകുമ്പോൾ കാണാം, അതേ കണ്ട ഹരിപ്പാട് സ്റ്റേഷനിൽ
നമ്മൾ വന്നിരിക്കുകയാണ്. 10:20 കേട്ടോ. അപ്പോൾ ഹരിപ്പാടുകാരൊക്കെ ഉണ്ട്, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു മിനിറ്റ് പോലും തികച്ചിടാതെ നമ്മുടെ ട്രെയിൻ ഹരിപ്പാട് സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം 10:20 കഴിഞ്ഞൊരു 10:21 ആയി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഹരിപ്പാട് സ്റ്റേഷനും കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ഇനി വരുന്നത് കരുവാറ്റ സ്റ്റേഷൻ, തകഴി സ്റ്റേഷൻ, അമ്പലപ്പുഴ സ്റ്റേഷൻ, പുന്നപ്ര സ്റ്റേഷൻ, ആലപ്പുഴയാണ് കേട്ടോ. നോക്കിയ തിരക്കൊന്നുമില്ല, വളരെ തിരക്ക് കുറവാണ്. എപ്പോഴും പറയാൻ വയ്യ ഇനിയും. ഞാൻ എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരുക കേട്ടോ. ഇപ്പുറത്തെ സൈഡ് നമ്മുടെ ഹരിപ്പാട് സ്റ്റേഷൻ്റെ. നമ്മളൊരു 10:25 ആയപ്പോഴേക്കും അടുത്ത സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. കരുവാറ്റ സ്റ്റേഷൻ, കരുവാറ്റ ഹാൾട്ട് എന്നൊക്കെ പറയും. കുഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ്, കണ്ടില്ലേ? വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനും നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനൊക്കെ തന്നെയാണ്. നമ്മളവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹരിപ്പാടിൻ്റെ നെയിം ബോർഡ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മിസ്സായാണ്, കരുവാറ്റയും മിസ്സായിരുന്നു. ഇപ്പോൾ പോകുമ്പോൾ എന്തായാലും കിട്ടും, കണ്ടില്ലേ? കരുവാറ്റ റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്തു നമ്മുടെ ട്രെയിൻ. ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ കേട്ടോ. 9:05 കൊല്ലത്തുനിന്ന് ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കരുവാറ്റ റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ് നമ്മുടെ യാത്ര തുടരുകയാണ്. എല്ലാ റെയിൽവേ സ്റ്റേഷനും നമ്മളിപ്പം സ്പോട്ട് ചെയ്തായിരുന്നു. എല്ലാ റെയിൽവേ സ്റ്റേഷനും നമ്മൾ കവർ ചെയ്യും. അകത്ത് കണ്ടാവോ കാലി ഹേ. നമ്മൾ അടുത്ത സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ തകഴി സ്റ്റേഷനിലേക്ക് ഒരു 10:30 കറക്റ്റ് 10:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ തകഴി സ്റ്റേഷൻസ് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി കൊല്ലത്തുനിന്ന് ഞാൻ പറഞ്ഞില്ല ഏകദേശം 84 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന അൺറിസർവ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ്. അപ്പോൾ സ്റ്റോപ്സ് പൊതുവേ കൂടുതലായിരിക്കും. അപ്പോൾ വീഡിയോ ഇച്ചിരി ലെങ്ത് കൂടാനും ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിരുന്നാലും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും കൊച്ചതും എല്ലാ കുഞ്ഞൻ റെയിൽവേ സ്റ്റേഷനും കവർ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കൊല്ലത്തുനിന്ന് ആലപ്പുഴ വരെ പോകേണ്ട ട്രെയിൻ ജേണി ഫുള്ള് കംപ്ലീറ്റ്, അതാണ് ഈ വീഡിയോ. 10:30 കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തകഴി സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തു കേട്ടോ, നമ്മുടെ ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ. ഇനിയുള്ളത് നമുക്ക് വെറും 2 സ്റ്റേഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3ാമത്തെ സ്റ്റേഷൻ, ലാസ്റ്റ് സ്റ്റേഷൻ ആലപ്പുഴയാണ്. അപ്പോൾ തകഴി സ്റ്റേഷനും ബൈ. ഒരു തിരക്കുമില്ല കേട്ടോ, എന്ത് സുഖം. ദേ എൻ്റെ സീറ്റ്, ഇപ്പുറത്തെ സീറ്റ് നോക്ക്, ആരുമില്ല. സുഖമായിട്ട് യാത്ര ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ വീണ്ടും പറയുന്നത്. ഈ ട്രെയിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എപ്പോഴും പറയുന്നത് ഈ ട്രെയിനിൻ്റെ കാര്യം. അറിയാവുന്നവർക്ക് പിന്നെ ആവശ്യമില്ലല്ലോ. എൻ്റെ ബാഗും എൻ്റെ സീറ്റും. ഞാൻ എന്തായാലും അവിടെ ഇനി കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ പോകുന്നേ. നമ്മളൊരു 10:40 ആവാൻ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത സ്റ്റേഷനിലോട്ട് കയറാൻ പോയാണ്. നമ്മുടെ അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് പോകാൻ പോയാണ് കേട്ടോ. പക്ഷേ ഒരു ട്രെയിൻ വരുന്നുണ്ട് അമ്പലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് ക്രോസ് ചെയ്ത് വരുവാണ് കേട്ടോ. നമ്മളെ വണ്ടി സ്റ്റോപ്പാക്കി കുറച്ച് സ്ലോ ആക്കി. ഇത് നമ്മളെ പാനിപൂരി, മസാൽപൂരി, മേപൂരി ട്രെയിൻ. എൻ്റെ പൊന്നു ടീമേ, ഈ ട്രെയിനിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടായിരുന്നു കേട്ടോ. ഇനി കമൻ്റ് ഒന്നുമില്ല, ഏതാ നിങ്ങൾക്ക് മനസ്സിലായി? നമ്മളെ ഗോരഖ്പൂരിൽ നിന്ന് കൊച്ചുവേളി പോകുന്ന ട്രെയിനാണ് കേട്ടോ ഇത്. ഞാൻ ഇട്ടത് കൊച്ചുവേളിയിൽ നിന്ന് ഗോരഖ്പൂർ, ആ സെയിം വണ്ടി ആണ് റിട്ടേൺ വരുന്ന വണ്ടി. ട്രെയിൻ നമ്പർ 12511 ആട്ടോ ഈ ട്രെയിൻ. കൊച്ചുവേളി റപ്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇത് നമ്മളെ ഗോരഖ്പൂരിൻ്റെ വണ്ടി. ഞാൻ നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് എടുക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ ഈ ട്രെയിൻ, അങ്ങോട്ട് പോകുന്ന ട്രെയിൻ. അതിനെ പറ്റിയിട്ട് എൻ്റെ പൊന്നിടാവെ കമൻറ്റ് വായിക്കാൻ തിരിച്ച് ഇൻസ്റ്റാഗ്രാം റീൽസിൽ. നമ്മുടെ ഈ ട്രെയിൻ ഉണ്ടല്ലോ, അതായത് കൊച്ചുവേളിയിൽ നിന്ന് ഗോരഖ്പൂർ പോകുന്ന ഇതിൻ്റെ ഒരു ഷോട്ട് ഞാൻ നമ്മുടെ റീൽസായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടായിരുന്നു. ഒന്നും പറയണ്ട എൻ്റെ അമ്മോ, കമൻറ്റ് വായിച്ച് ഞാൻ ചിരിച്ച് തള്ളി. അതുകൊണ്ട് അമ്പലപ്പുഴ സ്റ്റേഷൻ എത്തി കേട്ടോ. നമ്മളെന്തായാലും 10:40 ആയപ്പോഴേക്കും അമ്പലപ്പുഴ ഈ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടുന്ന് വളരെ അടുത്താണ് കേട്ടോ. ഒരു 50 രൂപയുടെ ഓട്ടോ ഉള്ളൂ. നമ്മളെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ, നമ്മളെ കൃഷ്ണൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ ക്ഷേത്രത്തിൽ, അമ്പലപ്പുഴയല്ല പുഴ, അമ്പലപ്പുഴ കേട്ടോ. ഇവിടുന്ന് വളരെ അടുത്താണ്. 50 രൂപയുടെ ഓട്ടോ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മളെ ഹരിപ്പാട് സ്റ്റേഷൻ്റെ കാര്യം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഉണ്ടല്ലോ, വളരെ അടുത്താണ് അവിടുന്ന്. അങ്ങനെ അമ്പലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിൻ നമ്പർ 06770, 45 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ഈ ട്രെയിനിൽ കയറിയാൽ മതി. നമ്മുടെ കുട്ടനാട്ടിലേക്കൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ AC വെയിറ്റിംഗ് റൂം ഹാളൊക്കെ ഉണ്ട് കേട്ടോ. 30 രൂപയുള്ള ഫ്രഷപ്പ് ആവുള്ള സെറ്റപ്പൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. ഫ്രഷപ്പ് ആയി കഴിഞ്ഞ് നിങ്ങൾക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡും ഉണ്ട്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഉണ്ട്, പിന്നെ ഓട്ടോ സ്റ്റാൻഡും ഉണ്ട്. ഓട്ടോയിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. 100 രൂപയേ ഉള്ളൂ. നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് പോകുകയാണെങ്കിൽ ഷെയർ ഇട്ട് പോയാൽ മതി. അല്ലെങ്കിൽ അവിടെ നിന്ന് ഒറ്റയ്ക്ക് സോളോ അടിക്കുന്നവരാണെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും കണക്റ്റ് ആയിട്ട് പോയാലും മതി. ആലപ്പുഴ ബോർഡ് കെട്ടിയിട്ട് അവിടെ കൊണ്ടിറക്കും. അവിടെ നിന്ന് നേരെ കേരള സർക്കാരിൻ്റെ ബോട്ടിൽ കിടന്ന് കറങ്ങിക്കോ മക്കളെ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുട്ടനാട് ട്രിപ്പ് പോകും. പുന്നപ്ര സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. 10:45 ആയപ്പോഴേക്കും നമ്മളെ പുന്നപ്ര സ്റ്റേഷൻ. ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനാണ് ആലപ്പുഴ.
അതിന് മുന്നത്തെ ഉള്ള വളരെ കൊച്ചു റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പുറത്ത് കാണിക്കാനൊന്നുമില്ല, ഫുൾ IM വിത്ത് കാർഡ് കണ്ടല്ലേ, ഒന്നുമില്ല. ഓൾമോസ്റ്റ് തിരക്ക് കുറവാണ് കണ്ടില്ലേ. അങ്ങനെ നമ്മുടെ താണ്ട കൊച്ചു നെയിം ബോർഡ് പുന്നപ്ര സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ പുന്നപ്ര സ്റ്റേഷനിൽ പുന്നപ്ര ഉള്ള ആൾക്കാരൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അതാണ് കാരണം നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണണേ. കറക്റ്റ് 10:58 സമയം കേട്ടോ. ആലപ്പുഴ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. വണ്ടി കുറച്ച് ലേറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ കൊല്ലത്തുനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ലേറ്റ് ആണെങ്കിലും ഓൺ ടൈമിൽ തന്നെ ആലപ്പുഴ എത്തും കേട്ടോ. മാക്സിമം പോയി കഴിഞ്ഞാൽ 11 അല്ലെങ്കിൽ ഒരു 11:05. ഇന്നെന്തായാലും 10:58 തന്നെ നമ്മുടെ ട്രെയിൻ ആലപ്പുഴ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇനി ഇവിടെ ഇറങ്ങണം. ഇപ്പോൾ ഇറങ്ങും നമ്മുടെ ട്രെയിൻ. വേണ്ട നമ്മൾ ഇറങ്ങി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. ഇനി നേരെ കാണുന്ന വഴിയുണ്ട്, ആ വഴി നേരെ ഒരൊറ്റ പോക്ക്, ഓവർ ബ്രിഡ്ജ് കയറുക, പുറത്തോട്ട് ഇറങ്ങുക, എന്തെങ്കിലും കുടിക്കുക. ദാഹിക്കുന്നു, എൻ്റെ ഇരിക്കുന്ന വെള്ളം തീർന്ന് എവിടെന്നെങ്കിലും കുറച്ച് വെള്ളം എടുക്കണം. ഇതേ കണ്ടില്ലേ നമ്മുടെ ട്രെയിൻ കിടക്കുന്നത്. ഞാൻ മുമ്പേ കാണിച്ച ഓവർ ബ്രിഡ്ജ്, ഇതാ ഈ ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് ഈ വഴിയുണ്ട, ഈ വഴി നേരെ നടക്കുന്നു, മുകളിൽ കയറുന്നു, ഇടത്തോട്ട് തിരിയുന്നു, നേരെ വെച്ച് പിടിക്കുന്നു. ജാഗ്രത 25,000 volts. അപ്പോൾ നേരെ നടന്ന് നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 പോവാം. അതായത് നമ്മളെ ട്രെയിൻ കിടക്കുന്ന സ്ഥലമില്ലേ, നമ്മൾ വന്ന് ട്രെയിൻ ഇറങ്ങി അവിടുന്ന് നേരെ നടന്ന് ഈ ഓവർ ബ്രിഡ്ജ് കയറുന്ന സ്റ്റെപ്പ് കാണിച്ചു തന്നില്ല, അത് കയറി നേരെ ഓവർ ബ്രിഡ്ജിലോട്ട് വന്ന് ദേ ലെഫ്റ്റ് സൈഡിലൊരു വഴി, ഈ സ്റ്റെപ്സ് നേരെ താഴോട്ട് നമ്മൾ ഇറങ്ങുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1. ദേ കിടക്കുന്നത് നമ്മൾ വന്ന ട്രെയിൻ കണ്ടില്ലേ. റെൻ്റ് എ ബൈക്ക് അവൈലബിൾ ഹിയർ, കോൺടാക്ട് നമ്പർ. മിക്ക റെയിൽവേ സ്റ്റേഷനിലും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ സംവിധാനം, മണിക്കൂറും ഡെയിലിയും. അത് ഒരു പക്ഷേ നല്ലൊരു കാര്യമാണ്. എന്തായാലും താഴോട്ട് ഇറങ്ങി പോവാം. താഴോട്ട് വന്നിട്ടുണ്ട്. ദേ പുറത്തേക്കുള്ള വഴി 2 ഫോറിനേഴ്സൊക്കെ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല അടുത്ത് കുട്ടനാട് കിടക്കുന്നത് കൊണ്ട് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആലപ്പുഴയാണല്ലോ നമ്മുടെ. അപ്പം നമ്മൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ടിക്കറ്റ് കൗണ്ടറൊക്കെ അതാണ്. ഇനി പുറത്തോട്ട് ഇറങ്ങുവാണ്. പുറത്തോട്ടേക്ക് പതുക്കെ ഇറങ്ങി. ഇതേ കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ഉണ്ടെന്ന്. ഈ ഓട്ടോ സ്റ്റാൻഡിൽ 100 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. നേരെ നമ്മളെ ബോട്ട് ജെട്ടിയിലോട്ട് കൊണ്ടിറക്കും. ഓക്കെ, മറ്റേ ബസ് സ്റ്റാൻഡിൽ കയറിയാലും 2 വണ്ടി അങ്ങോട്ട് മാറി കയറണം കേട്ടോ. ഇതേ കണ്ടില്ലേ ഗൈസ്, ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് നമ്മളിപ്പം. നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതായത് കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വരെ വരാനുള്ള ട്രെയിൻ ജേണി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പാർട്ട് 2 വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ പാർട്ട് 1 വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണണം. നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. പുതിയ വീഡിയോസ്, പുതിയ ട്രെയിൻ ജേണീസ് വീഡിയോസും പുതിയ ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ. ബൈ.